ജന്മാദ്യസേതോന്നയാതിതരതച്ചാർത്തേഷ്വിജ്ഞസ്വരാട്ടത്തേനെ ബ്രഹ്മകൃതായ ആദികവയെ മുഖ്യന്തിയത് സൂര്യ തേജോവാരി മൃതാം യഥാവിനിമയോ യത്രത്തിസർഗോമുഷ ധാംനാശ്രേണ സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. നമസ്കാരം. സനാതന ധർമ്മസംഹിതകളിലെ വിജ്ഞാനശകലങ്ങൾ പങ്കുവയ്ക്കാനുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയരെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. ശ്രീമദ് ഭാഗവതത്തിൽ 4-ാമത്തെ അധ്യായത്തിൽ എന്തൊക്കെ ചോദ്യങ്ങൾ പരീക്ഷിച്ച് ശുകമഹർഷിയോട് ചോദിച്ചു, അതിന് മറുപടി പറഞ്ഞത് എങ്ങനെയായെന്നൊക്കെ പറയുകയാണ്. പരീക്ഷിത്ത് ലോകത്തിൻ്റെ സൃഷ്ടി മുതലായിട്ടുള്ള വ്യാപാരങ്ങൾ എങ്ങനെയൊക്കെയാണ് ഭഗവാൻ നിർവഹിച്ചത് എന്ന് ചോദിക്കുകയാണ്. വലിയൊരു ചോദ്യമാണത്. ചോദ്യം വളരെ കുറച്ചേ ഉള്ളൂ. ചില ചോദ്യം ചെറുതാണെങ്കിൽ ഉത്തരം അതിന് വളരെ വലുതാണ്. 5-6 അധ്യായങ്ങളൊക്കെ അതിനുള്ള ഉത്തരങ്ങളാണ്. വലിയ ഉത്തരങ്ങളാണ്. ചോദ്യം കുറവും ഉത്തരവും കൂടുതലും ആവും. എപ്പോഴും അങ്ങനെ ഓരോ ക്വസ്റ്റ്യൻ പേപ്പർ 4 പേജേ ഉണ്ടാവുള്ളൂ. ഉത്തരം നമ്മൾ എത്രയോ എഴുതി കൂട്ടും. അപ്പോൾ ഇവിടെ ഉത്തരം ഒരുപാടുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് ഇത് പറയാനുള്ള ഒരു യോഗ്യത ഉണ്ടാവണം, അല്ലാണ്ട് ഇത് പറയാൻ പറ്റില്ലല്ലോ. അതായത് കുറച്ച് സംഗതികളൊക്കെ നമ്മൾ മനസ്സിലാക്കി നോട്ടെടുത്ത് രണ്ടാളോട് പറയുക എന്ന് പറഞ്ഞാൽ അതൊരു പ്രയാസമുള്ള കാര്യമൊന്നുമില്ല. ബുദ്ധിപരമായിട്ട് കുറച്ച് ഉയർന്നവർക്കൊക്കെ ചെയ്യാം. അപ്പോൾ എത്ര ആൾ പഠിപ്പിക്കണം, എത്ര ആൾ ഇൻസ്ട്രക്ടർമാരുണ്ട്, ടൈപ്പ് റൈറ്റിങ് കമ്പ്യൂട്ടറൊക്കെ പഠിപ്പിക്കാം. അതുപോലെയല്ല ഈ ആത്മീയമായിട്ടുള്ള സംഗതികൾ നമ്മൾ പറയാനും നമ്മൾ അതിനൊരു പ്രത്യേക അഭിരുചി വേണം. രണ്ടാമത് അത് ദൈവാനുഗ്രഹം, ഗുരുവിൻ്റെ അനുഗ്രഹം, സ്വല്പം അനുഭവം, ഇതെല്ലാം കൂടി ഉണ്ടെങ്കിൽ മാത്രമേ പറയാനും സാധിക്കുള്ളൂ. ആ പറയുന്നത് മറ്റുള്ളവർ കൊള്ളുകയും ചെയ്യുള്ളൂ. അതിനൊരു പ്രത്യേകതയുണ്ട്. ഇത് മാറ്റർ പഠിച്ച് പറയൽ മാത്രം അല്ല. അപ്പോൾ ഇവിടെ അതിനു വേണ്ടി ശുകമഹർഷി പോലും ഭഗവാന്റെ മാഹാത്മ്യം പറയാനുള്ള യോഗ്യത ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. എങ്ങനെയാണ് യോഗ്യത ഉണ്ടാവുക? ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവണം, അല്ലാണ്ട് യോഗ്യത ഉണ്ടാവില്ല. എന്തൊക്കെ പഠിച്ചിട്ടും കാര്യമൊന്നുമില്ല. പഠിപ്പുണ്ടാവുമെന്ന് എല്ലാവർക്കും പറയാൻ പറ്റുമോ? പറ്റില്ല. പണ്ഡിതന്മാരുണ്ട്, ക്വാളിഫൈഡ് ആയിട്ടുള്ളവരുണ്ട്, ഭാഷ അറിയണവരുണ്ട്, വ്യാകരണം അറിയണവരുണ്ട്. അവർക്കൊന്നും ഈശ്വര മാഹാത്മ്യം പറയാൻ പറ്റിക്കൊള്ളുന്നില്ല. ഭാഷാ പണ്ഡിതന്മാർക്ക് അത് വേറെ. ഭാഷാ പാണ്ഡിത്യം എന്ന് പറയുന്നത് വേറെയാണ്. ഗ്രാമർ അറിഞ്ഞു, വേറൊന്നറിഞ്ഞു, അത് പ്രയോഗം അറിഞ്ഞു, അതുകൊണ്ട് കാര്യമുണ്ടോ? അപ്പം ഇവിടെ എന്താ പറയണത്? ശുകമഹർഷി സർവേശ്വര ഈ പരീക്ഷത്തിനോട് അത് പറഞ്ഞു കൊടുക്കാനുള്ള ആ ഒരു യോഗ്യത അങ്ങ് തന്നെ എനിക്കുണ്ടാക്കി തരണമേ. പറയാനുള്ളതായിട്ടുള്ള കഴിവ്, വാക്കുകൾ, വാക്കിന് മാധുര്യാദി ഗുണങ്ങൾ ഇതെല്ലാം അങ്ങ് തരാൻ വേണ്ടിയിട്ട് സർവേശ്വരനായിട്ടുള്ള ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ്. ശ്രീ ശുകവാച 12-ാമത്തെ ശ്ലോകം. അതിൽ കുറച്ചൊരു 10-12 10ഓളം ശ്ലോകങ്ങൾ ശുകസാരസ്വതം എന്നാണ് അറിയപ്പെടുന്നത്. സാരസ്വത ഘൃതം. നമ്മൾ ഈ ബുദ്ധിപരമായിട്ട് പിന്നാക്കം നിൽക്കുന്നവർക്ക് പുരോഗതി കിട്ടാൻ കഴിക്കാറുണ്ടല്ലേ, സാരസ്വത ഘൃതം. സാരസ്വത സ്തോത്രം എന്ന് പറഞ്ഞാൽ അതേ ഉദ്ദേശം തന്നെയാണ് അത്ര. ഈ ശ്ലോകങ്ങൾ നമ്മൾ ദിവസവും ചൊല്ലിയാൽ ബുദ്ധിപരമായിട്ടുള്ള മാന്യങ്ങളോ എന്തെങ്കിലും പിന്നാക്കം ഉണ്ടെച്ചാൽ അതൊക്കെ ഒന്ന് ശരിയാക്കാൻ സഹായിക്കും എന്നാണ് പറയുക. കുട്ടികൾക്കൊക്കെ ബുദ്ധിപരമായിട്ട് കുറച്ച് പിന്നാക്കം ഉണ്ടെച്ചാൽ ഇത് ചൊല്ലി കേൾപ്പിക്കുക, അല്ലെങ്കിൽ അവർ സ്വയമായിട്ട് ചെല്ലുകയോ ചെയ്താൽ ബുദ്ധിപരമായിട്ടുള്ള പിന്നാക്കം നിൽക്കലൊക്കെ നികത്തപ്പെടും എന്ന് അറിവുള്ള ചിലർ പറയാറുണ്ട്. നമ പരസ്മൈ പുരുഷായ ഭൂയസേ സദുദ്ഭവസ്ഥാന നിരോധലീലയാ ഗൃഹീതശക്തിത്തിതയായ ദേഹിനാം അന്തർഭവായാനുപലക്ഷ്യവത്മനെ. ആദ്യമായിട്ട് ഭഗവാനെ ഒന്ന് നല്ലപോലെ നമിക്കുകയാണ്. പരസ്മൈ പുരുഷായ ഭൂയസേ നമ. മായാബന്ധമില്ലാത്ത ആൾക്കാണ് പരസ്മൈ. ഇതിലൊന്നുമല്ല നിൽക്കണം. പിന്നെ പുരുഷായ, എല്ലാ ശരീരത്തിൻ്റെ ഉള്ളിലും അന്തര്യാമിയായി കുടികൊള്ളുന്നവൻ. പുരം എന്ന് പറഞ്ഞാൽ ശരീരം എന്നർത്ഥമുണ്ട്, പട്ടണം എന്നർത്ഥമുണ്ട്, പല അർത്ഥമാണല്ലോ ഒരു വാക്കിന്. പുരം ഇവിടെ ശരീര. അപ്പം എല്ലാ ശരീരത്തിൻ്റെ ഉള്ളിലും, ശ്വാവായാലും ജീവികളായാലും മനുഷ്യനായാലും അതിൻ്റെ ഉള്ളിൽ അന്തര്യാമിയായി വസിക്കുന്ന ആ ഭഗവാനും ഭൂയസേ
അനവധി ശക്തികൾക്കും ഇരിപ്പിടമുള്ള ആൾക്ക് ഭൂമ എന്നുള്ള വാക്കിന് ഒരുപാട് നിർവചനം ഉപനിഷത്തിലൊക്കെ ഉണ്ട്. ഭൂയസേ എന്നതിൻ്റെ വേറൊരു ഫോമാണ്. അപരിച്ഛിന്നനായ എന്നിവിടെ അർത്ഥം. മറയ്ക്കാൻ പറ്റില്ല. എന്ത് മറച്ചാലും ആരെയും മറയ്ക്കാൻ പറ്റില്ല, ഭഗവാനെ മറയ്ക്കാൻ പറ്റില്ല. അപ്പോൾ ഈശ്വരനെ വർണ്ണിക്കുമ്പോൾ തന്നെ അതൊരു സാധനയാണ്. അപ്പം ശരിക്കും പറയാച്ചാൽ എവിടെയെങ്കിലുമൊക്കെ ഇരുന്ന് എങ്ങനെയെങ്കിലും പറയേണ്ടതല്ല. കുളിച്ച് ശുദ്ധമായി നല്ല രീതിയിൽ കൈകാര്യം ചെയ്യണം. ഏതെങ്കിലും ഒരു കാര്യം നിർവഹിക്കണ പോലെ ചെയ്യേണ്ടതേ അല്ല ഇതെന്ന് പറയാൻ. ഇത് തന്നെ ഒരു ഉപാസനയാണെന്നാണ് പറയണത്. ഗൃഹീത ശക്തി തിതയായ ദേഹിന അന്തി ഭഗവാനെ വർണ്ണിക്കുക എന്ന് പറഞ്ഞാൽ അതിലപ്പുറം ഒരു ഉപാസന ഏതാ ഉള്ളത്? അപ്പോൾ ഇവിടെ പറയുകയാണ് ഗൃഹീത ശക്തി തിതയായ, ഗ്രഹിക്കപ്പെട്ട 3 ശക്തിയോട് കൂടിയ എന്ന് പറഞ്ഞാൽ എങ്ങനെ വേണമെങ്കിലും ആവാം. സത്വൻ, രജസ്, തമസ് അങ്ങനെയോ അതിനെ അംഗീകരിച്ചിട്ട് സത്വത്തിൻ്റെ പ്രതീകമായിട്ട് വിഷ്ണു, രജസിൻ്റെ പ്രതീകമായിട്ട് ബ്രഹ്മാവ്, തമസിൻ്റെ പ്രതീകമായിട്ട് ശിവനും, ഇങ്ങനെ 3 രൂപത്തിൽ കാണപ്പെടുന്ന ഭഗവാന് നമസ്കാരം. ഇപ്പം വിഷ്ണുവും ശിവനൊന്നും വേറെ വേറെ അല്ല, ഒരേ ശക്തി തന്നെ പല ഗുണങ്ങളെ സ്വീകരിച്ചിട്ട് സൃഷ്ടിക്കായിക്കൊണ്ട് ബ്രഹ്മാവ്, നിലനിർത്താനായിക്കൊണ്ട് വിഷ്ണു, സംഹരിപ്പാനായിക്കൊണ്ട് ശിവൻ. ഒറ്റ ശക്തിയാണത്. ഇത് വേറെ വേറെ ശക്തിയല്ല. അതാണ് ഗൃഹീത ശക്തി തിതയായ. ഇത് 3 അല്ല ശരിക്കുള്ള പരബ്രഹ്മശക്തി, 3 അല്ല. അത് 3 എണ്ണത്തിനെ ആശ്രയിച്ച് സ്വീകരിച്ച് ഉപയോഗിച്ച് 3 അങ്ങനെ നിൽക്കുക, അത്രയേ ഉള്ളൂ. ഒരു ശക്തി തന്നെയാണ് ഇത്. ദേഹിനാം. അപ്പം അറിവുള്ളവർക്ക് ഇത് വ്യത്യാസം കാണാൻ പറ്റില്ല. ബ്രഹ്മാവ്, ശിവൻ, വിഷ്ണു വ്യത്യാസം കാണാൻ പറ്റില്ല. ദേവി ആയിക്കോട്ടെ ഒക്കെ ഒന്ന് തന്നെയാണല്ലോ. ശേഹിനാം അന്തർഭവായാനുപലക്ഷ്യവർമ്മനെ. നല്ല ഒരു സ്തോത്രമാണത്. അന്തർഭവായാനുപലക്ഷ്യവർമ്മനെ എന്ന് പറയുമ്പോൾ കാണപ്പെടാൻ കഴിയാത്ത മാർഗത്തോടു കൂടിയവൻ. ഭഗവാനെ ശരിക്കറിഞ്ഞവരാരുമില്ല എന്നാണ്. അതാണ് അനുപലക്ഷ്യവർമ്മനെ എന്നാണ് കേട്ടോ. ഉപലക്ഷ്യൻ കാണാൻപ്പെടുന്നവൻ, അനുപലക്ഷ്യൻ കാണാൻ കഴിയാത്തവൻ. ഓപ്പോസിറ്റാണ്. അനുപലക്ഷ്യനാണ്, കാണാൻ സാധിക്കില്ല. എന്നാൽ ഈ ഭഗവാൻ എവിടെ ഉണ്ടായോ വെച്ചാലോ എല്ലാവരുടെ ഉള്ളിലും ഉണ്ട്. അന്തർഭവായ, ഏതാളുടെ ഉള്ളിലല്ലാത്ത എല്ലാവരുടെ ഉള്ളിലും പ്രേരണ നൽകിക്കൊണ്ട് നമ്മൾ പോലും അറിയാതെ നമ്മുടെ ഉള്ളിലിരിക്കുന്ന അവനെ ആർക്കൊട്ടും അറിയാൻ കഴിയൂല. വല്ലാത്തൊരു അത്ഭുതമാണ്. എല്ലാവരുടെ ഉള്ളിലും ഉണ്ടായിട്ട് അറിയാൻ കഴിയണില്ല എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ്? മായ കൊണ്ട് അതിനെക്കുറിച്ച് അല്ലാത്തൊക്കെ നമ്മൾ ചിന്തിക്കും. നേരം വിളിച്ചായ കിടക്കണവരെ ഏതെല്ലാം വിഷയങ്ങൾ നമ്മുടെ ചിന്ത അല്ലെങ്കിൽ ചർച്ചയുടെ വിഷയങ്ങളാവാറുണ്ട്. പക്ഷെ എത്ര ആൾക്കാരുടെ ചർച്ചാ വിഷയമാവുന്നുണ്ടോ? ഈശ്വരനും അല്ലെങ്കിൽ ആത്മാവും ലേശം നേരം അതും വേണ്ടേ? ആർക്കും തന്നെ ശ്രദ്ധയില്ല. അതുകൊണ്ടാണ് അനുപലക്ഷ്യവർമ്മനെ. അത്ര വേഗമൊന്നും അവിടേക്ക് എത്തില്ല. അതാണ് മായ കൊണ്ട് മൂടപ്പെട്ടതായിട്ടുള്ള ഒരു ജീവജാലങ്ങളും എത്തില്ല. അത് അത്ഭുതമല്ലേ ഇരിക്കട്ടെ. വിശേഷ ബുദ്ധിയുള്ള മനുഷ്യനും അതിനെക്കുറിച്ച് ഇംഗ്ലീഷ് പറയുകയാണെന്ന് വെച്ചാൽ ബോധേഡല്ല. അതുണ്ടെങ്കിൽ അവിടെ ഇരുന്നോട്ടെ നമുക്ക് എന്താന്നുള്ള ഭാവമാണ്. പക്ഷെ അങ്ങനെയില്ലല്ലോ. അതിനെക്കുറിച്ച് അറിയുമ്പോഴല്ലേ മനുഷ്യനാവണത്. അല്ലെങ്കിൽ ജീവികളും നമ്മളും തമ്മിൽ എന്താ വ്യത്യാസം? അപ്പോൾ അനുപലക്ഷ്യവത്മനെ, അത്ര വേഗമൊന്നും അവിടേക്ക് എത്താനോ അതിനെക്കുറിച്ച് അറിയാനോ സാധിക്കാത്ത മാഹാത്മ്യത്തോടു കൂടിയതായ, എന്നാൽ ഈ പ്രപഞ്ചത്തെ നടത്തുന്ന അനുപലക്ഷ്യവത്മനെ, കാണപ്പെടാൻ സാധിക്കാത്ത ഈശ്വരനെ കുറിച്ചുള്ള ഏറ്റവും ഉയർന്ന അറിവ് ഏതറിവ്? ഏറ്റവും ശരിയായ അറിവ് കേട്ടാൽ അത്ഭുതപ്പെടും. ഭഗവാനെ അറിയാൻ കഴിയില്ല എന്നുള്ള അറിവ്. അത്രേ നല്ല ഏർപ്പാടായി. ഒരാൾ പറഞ്ഞു ഭഗവാനെ എനിക്ക് അറിയാൻ കഴിയില്ല എന്നല്ല, ആർക്കും ശരിക്കും അറിയാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ അയാളുടെ അറിവ് പൂർണ്ണമാണ് എന്നാണ് അറിവുള്ളവർ പറയുക. അയാൾ ചിലത് അറിഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടാണ് അയാൾ അങ്ങനെ പറഞ്ഞത് എന്നർത്ഥം. മനസ്സിലാവില്ല എന്ന് മനസ്സിലായി. ഇത്രയും ഒരു ശിഷ്യനോട് ഗുരുനാഥൻ ചോദിച്ചാൽ എന്താ ഇത്രയും പഠിച്ചിട്ട് മനസ്സിലായിടോ തനിക്ക്? അതോ ഇത് മനസ്സിലാവില്ല എന്ന് മനസ്സിലായി ഗുരുനാഥ, അതന്നെ മനസ്സിലാവുന്നുണ്ട്. അപ്പം അത് മനസ്സിലായില്ലേ? അപ്പം നീ അറിയേണ്ടത് അറിഞ്ഞു എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പം ഈശ്വരനെ കുറിച്ചിട്ടുള്ള ഏറ്റവും വലിയ അറിവ് എന്താണ്? അതിനെക്കുറിച്ച് അറിയാൻ സാധ്യമല്ല എന്ന അറിവാണ്. അത് മനസ്സിലായാൽ അവനറിയേണ്ടത് അറിഞ്ഞു, ഇനി വേറൊന്നും അറിയാനില്ല.
അതാണ് അന്തർഭവായാൻ അനുപലക്ഷ്യവർമ്മനെ, അന്തർഭവായാൻ അനുപലക്ഷ്യവർമ്മനെ, അന്തർഭവായാൻ ഉപലക്ഷ്യവർമ്മനെ എന്നല്ല, അങ്ങനെ ചെല്ലരുത്. അന്തർഭവായാൻ അനുപലക്ഷ്യവർമ്മനെ, കാണാൻ കഴിയാത്ത മാഹാത്മ്യത്തോടു കൂടി അറിയാൻ മനുഷ്യൻ്റെ അല്പബുദ്ധിക്ക് എവിടെ ഈശ്വരനെ അറിയാൻ കഴിയുക? അങ്ങനത്തെ ഈശ്വരനായിക്കൊണ്ട് നമസ്കാരം, നല്ലൊരു നമസ്കാരത്തോടു കൂടിയിട്ടാണ് തുടങ്ങിയത്. ഇനി വീണ്ടും നമസ്കരിക്കുകയാണ്. ഭൂയോ നമ, വീണ്ടും നമസ്കാരം. സത്വൃജിനച്ഛിതേ അസതാമസംഭവായാം അഖില സത്വമൂർത്തയേ പുംസാം പുനഃപാർമഹംസ്യാശ്രമേ വ്യവസ്ഥിതാനാം അനുമൃഗ്യദാശുഷേ. പുണ്യം ചെയ്തിട്ടതായ ജീവാത്മാക്കൾക്ക് ഇതൊക്കെയാണ് കേൾക്കേണ്ടതും ആസ്വദിക്കേണ്ടത്. അവർക്ക് മറ്റൊന്നും താല്പര്യം ഉണ്ടാവില്ല എന്നാണ്. കാരണം അനവധി ജന്മത്തിൽ പലതും ചെയ്ത് കര കയറിയിട്ടാണ് അത്രേ ഇതിലേക്ക് താല്പര്യം ജനിക്കണത്. ഇനി അതൊക്കെ തന്നെ വീണ്ടും പോവോ? അറിവുള്ളവർ പോവില്ല, അതൊക്കെ കഴിഞ്ഞിരിക്കണം, അവരുടെ ആ സ്റ്റേജൊക്കെ കഴിഞ്ഞു. അതാണ് അവിടെ അങ്ങനത്തെ കാര്യങ്ങളാണ് പറയണത് എന്നർത്ഥം. സത്വൃജിനച്ഛിതേ, സത്തുക്കളുടെ പാപത്തെ സംഹരിക്കുന്നതും, സത്തുക്കളുടെ എന്നല്ല കേട്ടോ, എല്ലാവരുടെ പാപവും സംഹരിക്കും. സത്തുക്കളുടെ എന്ന് പറഞ്ഞു, സത്തുക്കൾക്കല്ലേ പാപസംഹാരം എന്ന ഭാഗ്യം കിട്ടുള്ളൂ എന്നുള്ളതുകൊണ്ട് പറഞ്ഞതാണ്. എല്ലാവർക്കും കേട്ട പാപം പോവും. പാപത്തെ ഉപസംഹരിക്കുന്നവനും അസതാം പറയണം, അസത്തുക്കളുടെ പുണ്യം ചെയ്യാത്ത ജീവാത്മാക്കളുടെ നാശത്തിനായിക്കൊണ്ടും, പുണ്യം ചെയ്യാത്ത ജീവാത്മാക്കളുടെ നാശത്തിനായിക്കൊണ്ടും അഖില സത്വമൂർത്തയെ സമസ്തദേവതാസ്വരൂപനും പാരമഹംസ്യേ പരമഹംസന്മാരെ സംബന്ധിച്ചതായ ആശ്രമത്തിൽ, ഏതാത് സന്യാസാശ്രമം, അതിനാണ് പാരമഹംസ്യാശ്രമം എന്ന് പറയുക. ആശ്രമങ്ങൾ 4 ഗൃഹസ്ഥാശ്രമം, വാനപ്രസ്ഥം, ബ്രഹ്മചര്യം, സന്യാസം. അതിൽ പാരമഹംസ്യാശ്രമം എന്ന് പറഞ്ഞാൽ സന്യാസത്തിൻ്റെ വേറൊരു പേരാണ്. പാരമഹംസ്യ അവസ്ഥയെ സംബന്ധിക്കുന്നതാണ് സന്യാസാശ്രമം. ആ ആശ്രമത്തിൽ വ്യവസ്ഥിതാനാം ഉറച്ചിരിക്കുന്ന ജനങ്ങൾക്ക്, പുരുഷന്മാർക്ക് അനുമൃഗ്യദാശുഷേ അന്വേഷണ ഫലത്തെ കൊടുക്കുന്നവനും ആയ അങ്ങയ്ക്ക് നമസ്കാരം. ഓ, അപ്പോൾ സന്യാസികൾക്ക് മതി ഒപ്പം ഈ ഭാഗവതം? ഒരു ചോദ്യം അവിടെ ഉടനെ വരാം ചിന്തിക്കുന്നവർക്ക്. നമുക്കൊന്നും വേണ്ട, അടച്ചു വയ്ക്കുക എന്നല്ല അതിൻ്റെ അർത്ഥം. എന്താണ് അവിടെ ഒന്ന് പറയാനുണ്ട്. കാരണം അങ്ങനെ പറഞ്ഞാലേ അത് മനസ്സിലാവുള്ളൂ, അല്ലെങ്കിൽ തെറ്റിദ്ധാരണ പരത്തും. സന്യാസികൾക്കാണ് ആശ്രമം ഭാഗവതം. പാരമഹംസ്യാം സംഹിതായാം എന്ന് ഓരോ അധ്യായത്തിൻ്റെ ഉള്ളിലുണ്ട് അവസാനം. ചിലർ വാദിക്കുന്നതാണ്. അതുകൊണ്ട് ഭാഗവതം ഗൃഹസ്ഥന്മാർക്കുള്ളതല്ല. ചിന്ത് വിവരണ ചെയ്യണം. ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം എന്ന് പറഞ്ഞാൽ അത് സന്യാസികൾക്കുള്ളതാണ് എന്ന് പറഞ്ഞാൽ ഏത് സന്യാസികൾക്കുള്ളതാണ്? അതും കൂടി ചിന്തിക്കണം. അപ്പം ഇവിടെ ഈ സന്യാസം എന്ന് പറഞ്ഞാൽ എന്താണ് സത്യത്തിൽ? സമ്യക് ന്യാസം ഇതി സന്യാസ. സമ്യക്കായിട്ട് ഈ പ്രപഞ്ചബന്ധങ്ങളെ ത്യജിക്കുന്നവനാരോ അവനാണ് സന്യാസി. അത് ഏതൊരു ആളൊക്കെയാണ് ചെയ്തുകൂടാത്തത്? ഇപ്പം ഗീത വായിച്ചാൽ അത് മനസ്സിലാവും. സന്യാസി എന്ന് പറഞ്ഞാൽ കാഷായവും ഉടുത്ത് ശിരോമുണ്ടനം ചെയ്ത് ആശ്രമത്തിൽ കഴിയുന്ന, ആർക്കും വേണ്ടാത്ത എന്നും കൂടി പറയട്ടെ, ഒരു വിഭാഗക്കാരാണ് എന്നാണ് ചിലരുടെ വിചാരം. വളരെ തെറ്റ്. എല്ലാവർക്കും ഉള്ളത് തന്നെയാണ് ഈ സന്യാസം. പഞ്ചമസ്കന്ധം ഭാഗവതത്തിൽ വിശദമാക്കണമുണ്ട്, അവിടെ പറയുകൊണ്ട് ഇവിടെ വിസ്തരിക്കണില്ല. അതുകൊണ്ട് സന്യാസം എന്നുള്ള വാക്ക് വളരെയേറെ തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുന്നു. അങ്ങനെ ഒരു വിഭാഗമാക്കിയിട്ട് മാറ്റിയിരിക്കുന്നു നമ്മൾ. അയാൾ സന്യസിച്ചു, ബാക്കി ആരും സന്യസിച്ചിട്ടില്ല എന്നർത്ഥം. അയാൾ സന്യസിച്ചു അത്രേ. എങ്ങനെ വന്നു ഈ വ്യാഖ്യാനം എന്ന് ചോദിച്ചാൽ നിശ്ചയില്ല. തെറ്റായിട്ടുള്ളൊരു സംഭവമാണത്. ഈ ലോകത്തിൽ ജീവിക്കുന്നവർക്ക് ആർക്ക് വേണമെങ്കിലും സന്യസിക്കാം, എങ്ങനെ വേണമെങ്കിലും സന്യസിക്കാം. സന്യാസത്തിന് വേഷമോ ആശ്രമമോ വാസസ്ഥാനമോ വിഷയമല്ല. അതുകൊണ്ട് കാവി ഉടുത്തവർക്കോ അല്ലാത്തവർക്കോ പാൻ്റ് ഇട്ടവർക്കോ
കാർ ഓടിക്കുന്നവർക്കോ എൻജിനീയർക്കോ സന്യസിക്കാം, എൻജിനീയർക്കോ കച്ചവടക്കാരനോ സന്യസിക്കാം. എങ്ങനെയാ? ഒരു വേഷവും മാറ്റേണ്ട, അവൻ്റെ പ്രവൃത്തിയിൽ നിന്ന് മാറും വേണ്ട. ആ കച്ചവടം ചെയ്തുകൊണ്ട് സന്യസിക്കാം, സന്യസിച്ചുകൊണ്ട് കച്ചവടം ചെയ്യാം എന്നർത്ഥം. ഗൃഹസ്ഥന് ഇരുന്നുകൊണ്ട് സന്യസിക്കാം, വേഷമൊന്നും മാറണ്ട, അവൻ്റെ ജോലി ചെയ്യാതിരിക്കുകയും വേണ്ട. ഇതൊക്കെയാണ് തെറ്റിദ്ധാരണ. അപ്പോൾ ഏത് സന്യാസികൾക്ക് ആ ഒരു രീതിയിൽ ഈശ്വരോപാസന ചെയ്ത് ജീവിതം കഴിക്കേണ്ടവർ, അവരെങ്ങനെ ജീവിച്ചാലും വേണ്ടില്ല. നമുക്ക് വേണമെങ്കിൽ ഭാര്യ ഇല്ലാത്ത സന്യാസി, ഭാര്യയുള്ള സന്യാസി, അങ്ങനെ തിരിക്കാം, കുഴപ്പമില്ല. ഗൃഹസ്ഥൻ ഭാര്യയുള്ള സന്യാസി ആവണം. ആണോ അല്ലേ എന്നല്ല, ആവണം. എനിക്ക് വിവാഹം ഇഷ്ടമല്ല, വേണ്ട, അയാൾ വിവാഹം കഴിക്കാത്ത സന്യാസി, ഇത്രയേ ഉള്ളൂ. ഗൃഹസ്ഥന്മാരൊരു കൂട്ടം സന്യാസി അല്ലാത്തവർ, സന്യാസിയായിട്ടുള്ളവർ ആശ്രമത്തിൽ കല്യാണം കഴിക്കാണ്ട് ജീവിക്കുന്നവർ എന്നാണ് നമ്മുടെ വ്യാഖ്യാനം. ഇനി അത് ആരും പറയരുത്. ഭാഗവതത്തിലേക്ക് വന്നാൽ അത് മനസ്സിലാക്കുക. എല്ലാവർക്കും ആവുന്ന ഒരു സംഗതിയാണ് സന്യാസം. അല്ലാത്തൊരു കർമ്മസന്യാസ യോഗം വായിച്ചു നോക്കുക ഗീതയിൽ, ഈ ബാക്കി അതിലുണ്ട്. അപ്പം അതുകൊണ്ട് പുംസാം പുനഃ പാരമഹംസ്യ ആശ്രമേ, വ്യവസ്ഥാപിതമായിട്ടുള്ള സന്യാസികൾക്ക് മാത്രമല്ല ആ വരി ബാധകം. ഏതൊരാൾ ആത്മശ്രേയസ്സിനെ ആഗ്രഹിച്ച് ജീവിക്കുന്നുവോ, ഗൃഹസ്ഥനായിക്കൊള്ളട്ടെ, ഏത് പ്രവൃത്തി ചെയ്യുന്നവനായിക്കോട്ടെ, അവന് അതിൻ്റെ ഫലം നൽകുന്നു. വ്യാസൻ, വസിഷ്ഠൻ പത്നി ഉണ്ട്, അരുന്ധതി ഇല്ലേ, വിശ്വാമിത്രന് പത്നിയുണ്ട്, എത്ര മഹർഷിമാർക്കും പത്നിയുണ്ട്. ഋഷഭദേവൻ പാരമഹംസ്യാശ്രമത്തിൽ നിൽക്കുന്ന ആളായിട്ട് 100 പുത്രന്മാരുണ്ടായി എന്ന് പറയുന്നു. 100 പുത്രന്മാർ പിന്നെ അനവധി എന്നർത്ഥമേ ഉള്ളൂ. ഋഷഭദേവന് 100 പുത്രന്മാർ പത്നി ഇല്ലാണ്ടുണ്ടാവില്ല. അപ്പം അത്രയും ഗൃഹസ്ഥാശ്രമം സന്യാസവുമായിട്ട് യോജിച്ചു പോകുന്ന ഒന്നാണ്, വിരുദ്ധമല്ല. അപ്പം പുംസാം പുനഃ പാരമഹംസ്യാശ്രമേ വ്യവസ്ഥിതാനാം അനുമൃഗ്യതാശുഷേ, അവർ ഏതൊന്നിനെ അന്വേഷിക്കുന്നു? ഈശ്വരനെ അന്വേഷിക്കുന്നവർ. അല്ലാണ്ട് ഈ ജീവിതം എന്തിനാന്ന്? മനുഷ്യജീവിതം കൊണ്ട് വല്ല കാര്യമുണ്ടോ? അങ്ങനെയില്ലെങ്കിൽ അപ്പം അതവർക്കൊക്കെ അതിൻ്റെ ഫലത്തെ കൊടുക്കുന്നതായിട്ടുള്ള ഭഗവാന് നമസ്കാരം. ഇന്ന് അടുത്ത ശ്ലോകം. നമോ നമസ്തേസ്തു ഋഷഭായ സാത്വതാം വിദൂരകാഷ്ടായ മുഹുക്കുയോഗിനാം നിരസ്തസാമ്യാതിശയേന രാധസ സ്വതാമനി ബ്രഹ്മണി രംസ്യതേ നമ. നല്ല ശ്ലോകങ്ങളാണ്. സാത്വതാം, സത്തുക്കൾക്ക്, ഭക്തന്മാർക്ക്. ഋഷഭായ, ജ്ഞാനപ്രകാശം കൊടുക്കുന്നവൻ, അവർക്ക് പ്രകാശം കൊടുക്കുന്ന, പ്രകാശിപ്പിക്കുക എന്നുള്ള അർത്ഥമാണ് ഈ ഋഷഭൻ. ശ്രേഷ്ഠൻ എന്നുള്ള അർത്ഥമുണ്ട് വാക്കിന്. എന്തായാലും അവർക്ക് നന്മയെ കൊടുക്കുന്ന, ജ്ഞാനം കൊണ്ട് അവർക്ക് പ്രകാശം കൊടുക്കുന്നത്. ഏറ്റവും വലിയ നേട്ടം ഈ ലോകത്തിലെ ജ്ഞാനമാണ്. ഉണ്ടായ ബാക്കിയൊക്കെ തന്നെ അതിൻ്റെ ഒപ്പം ഉണ്ടായിക്കോളും എന്നാണ്. ഈ വെളിച്ചം ഉണ്ടെങ്കിൽ പാറ്റകൾ തന്നെ അതിൻ്റെ കൊടുത്ത് വരുന്ന പോലെ ജ്ഞാനപ്രകാശമുള്ളവരുടെ അടുത്ത് എല്ലാതും വന്നു ചേർന്നോളും. അന്വേഷിച്ചു പോകണ്ട. അന്വേഷിച്ചു പോയവർക്ക് എല്ലാതും കിട്ടണുണ്ടോ? കിട്ടണമില്ല. അപ്പം ആദ്യം വേണ്ടത് എന്തായാലും ഈ കാന്തത്തിൻ്റെ അടുത്ത് ഇരുമ്പ് വരുന്ന പോലെ എത്തേണ്ടത് എന്താ വെച്ചാൽ അവിടേക്ക് എത്തുക, ബാക്കിയൊക്കെ വന്നോളും എന്നാണ്. ഇപ്പം ഋഷഭായ, ജ്ഞാനപ്രകാശകന്, കുയോഗിനാം, കുത്സിത യോഗികൾക്ക്, മുഹു വിദൂരകാഷ്ടായ, അവർക്ക് എത്താൻ കഴിയാത്തതും, ജ്ഞാനപ്രകാശമുള്ളവർക്ക് എത്താൻ കഴിവുള്ളവനും എത്തിപ്പിടിക്കാൻ പറ്റുന്നവനും. ഇനിയോ കുയോഗിനാന്ന് ഇവിടെ പറഞ്ഞു. കുയോഗി എന്ന് പറഞ്ഞാൽ യോഗത്തിൻ്റെ ഓപ്പോസിറ്റ്, ഈശ്വരനെ ചിന്തിക്കാതെ നടക്കുന്നവർ. ഊണും കഴിച്ച് ഉറങ്ങി നാട്ടുവർത്തമാനം പറഞ്ഞ് അങ്ങനെ കഴിക്കുന്നവരെയാണ് കുയോഗികൾ എന്ന് പറയുക. കുയോഗി, യോഗം ഇല്ലാത്തവർ. യോഗം എന്ന് പറഞ്ഞാൽ ഈശ്വരനുമായിട്ടുള്ള ചേർച്ച, അങ്ങനെ ചിന്തയില്ല. എത്ര ആൾക്കാരുണ്ട് അങ്ങനെ. കുൽസിത യോഗികൾക്ക്, ഒരിക്കലും പ്രാപ്യനല്ലാത്തവൻ, ഒരിടത്തേക്ക് ഭഗവാൻ വരില്ല. വിദൂരകാഷ്ടായ, അവർക്ക് ദൂരെ നിൽക്കുന്നവനും. നിരസ്ത സാമ്യാതിശയേന, സാമ്യവും അതിശയവും ഇല്ലാത്ത. അനുപമിതം അല്ലേ, സാന്ദ്രാനന്ദ ശ്ലോകത്തിലായതിനെ പറഞ്ഞാൽ ഒന്നിനോടും കൂടി ഉപമിക്കാൻ പറ്റാത്തത്. എങ്ങനെ ഉപമിക്കുക? ലോകത്തിലുള്ളതല്ലല്ലോ ഈശ്വരൻ.
ഈ ലോകത്തിലുള്ള ഒന്നുമല്ല ഈശ്വരൻ. അതുകൊണ്ടാണ് യൂണിക് എന്ന് ഇംഗ്ലീഷിൽ പറയും. അതുപോലെ മറ്റൊന്നില്ലാത്ത അനുപമിതം നിരസ്ത സാമ്യാതിശയേന, സാമ്യം ഇല്ലാത്തതും. രാധസ സ്വധാമനി ബ്രഹ്മണി സംരംസ്യതേ. രാധസ എന്ന വാക്കിൻ്റെ അർത്ഥം തേജസ്, ഐശ്വര്യം, ഏത് നല്ല ഗുണങ്ങൾക്കും രാധസ എന്ന് പറയാം. തൻ്റെ തേജസ്, രാധ എന്ന വാക്ക് അതിൽ നിന്ന് വന്നതാണ്. അതിൻ്റെ ചെറിയ ഒരു നല്ല ഫോമാണ് രാധിക, അത്രയേ ഉള്ളൂ. രാധ എന്ന് പറഞ്ഞാൽ തേജസ് ഉള്ളത്, നല്ലത്, ഐശ്വര്യമുള്ളത്. അതൊരു അരിമയും വാത്സല്യവും ചേർത്ത് പറയുമ്പോൾ താരകം, രാധിക, ബാലകൻ, ബാലിക എന്നൊക്കെ പറയണ പോലെ രാധിക എന്നായി, ഇത്രയേ ഉള്ളൂ. ശരിക്കും അതൊരു പ്രത്യേക വ്യക്തിയല്ല എന്നാണ് പറയുന്നത്. അത് രാധസ, ഐശ്വര്യം കൊണ്ടും തേജസ് കൊണ്ടും, സ്വധാമനി സ്വസ്ഥാനമായ ബ്രഹ്മണി ബ്രഹ്മത്തിൽ, രംസ്യതേ രമിക്കുന്നവനായിക്കൊണ്ട് നമസ്കാരം. ഭഗവാനെ നമസ്കരിച്ചിരിക്കുകയാണ് വിവിധ വാക്കുകളെ കൊണ്ട്. അപ്പോൾ തേജസ് കൊണ്ടും ഐശ്വര്യം കൊണ്ടും സ്വസ്ഥാനമായ ബ്രഹ്മത്തിൽ രമിക്കുന്നവനായിക്കൊണ്ട് നമസ്കാരം. ഭഗവാൻ മാത്രമാണത്രേ തന്നിൽ രമിക്കുന്നത്. വേറെ ആരെയും വേണ്ട രമിക്കാൻ. ഒരു വസ്തു ആവശ്യമില്ല. രത്നമോ സ്വർണമോ അന്നമോ ഭക്ഷണമോ ഗൃഹസ്ഥാനമോ വീട്, ഭൂമി, ഈ ലോകത്തിൽ എന്തൊക്കെ ഉണ്ടോ ഇതൊന്നും തൻ്റെ ആനന്ദത്തിന് ആവശ്യമില്ല. അപ്പം അവിടെ ഒരു കാര്യമുണ്ട്, അതൊക്കെ ഇല്ല എന്നാണോ? അല്ല, ലക്ഷ്മിയുണ്ട്, പത്നിയുണ്ട്, വാസസ്ഥാനല്ലേ, വൈകുണ്ഠമുണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷെ ഇതിലല്ല രമിക്കുന്നത് എന്നാണ് പറഞ്ഞത്. അപ്പം നമുക്ക് വീടും വേണ്ട, അതല്ല പറഞ്ഞത്. അതിലാവരുത് ആനന്ദത്തിൻ്റെ ഉറവിടം. ഇതൊക്കെ ആവാം, കുഴപ്പമൊന്നുമില്ല. ശരീരത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി ഇതൊക്കെ ആവാം. ദേഹവും വേണ്ട, ദേഹത്തിലും അല്ല ആനന്ദിക്കുന്നത് എന്ന് വെച്ചിട്ട് ദേഹം വേണ്ട എന്ന് വയ്ക്കാൻ പറ്റുമോ? അതിലൊന്നും അല്ല ആനന്ദത്തിൻ്റെ ഉറവിടം. ശരിക്കും അത് പ്രായോഗികമാക്കാൻ ഭഗവാന് മാത്രമേ സാധിക്കുള്ളൂ. നമുക്ക് വയ്യാണ്ടായാൽ നിലവിളിക്കണു ഇല്ലേ, വേദന വന്നാൽ കരയണു, ധനം പോയാൽ ദുഃഖിക്കണു, വേണ്ടപ്പെട്ടവർക്ക് വല്ലതും വന്നാൽ. അപ്പോൾ നമുക്കത് പ്രായോഗികമാക്കാൻ പലപ്പോഴും പറ്റാറില്ല. ഭഗവാനത് പ്രായോഗികമാക്കിയതാണ്, അത്രയേ ഉള്ളൂ. അപ്പോൾ തന്നിൽ തന്നെ ബ്രഹ്മത്തിൽ രമിക്കുന്നവൻ, അതാണ് ഭഗവാന്റെ പ്രത്യേകത. അങ്ങനത്തെ ഭഗവാന് നമസ്കാരം. കുയോഗികൾക്കും ഈശ്വരനെ ചിന്തിക്കാത്തവർക്കൊരിക്കലും അനുഭവം ഉണ്ടാവില്ല. അങ്ങനത്തവർക്ക് വിദൂര കാഷ്ടായ, ദൂരെ നിൽക്കുന്നവനും തൻ്റെ തേജസ് കൊണ്ട് തന്നിൽ തന്നെ നിന്നിട്ട് ആനന്ദം കണ്ടെത്താൻ, അതിനാണ് ആത്മാരാമൻ എന്ന് പറയുക. തന്നിൽ തന്നെ സന്തോഷിക്കുന്നവനും ആയ ബ്രഹ്മമായിരിക്കുന്ന അവിടുത്തേക്ക് നമസ്കാരം. എന്താണ് ആ ഈശ്വരനെ ചിന്തിക്കേണ്ട ആവശ്യം? ഉണ്ടെങ്കിൽ അവിടെ ഇരുന്നോട്ടെ, നമുക്ക് നമ്മുടെ കാര്യം നോക്കിയാൽ പോരെ എന്നാണെങ്കിൽ അതിനുള്ള ഉത്തരമാണ് അടുത്ത ശ്ലോകം. യത് കീർത്തനം, യത് സ്മരണം, യദീക്ഷണം, യത് വന്ദനം, യത് ശ്രവണം, യദർഹണം, ലോകസ്യ സത്യോ വിധിനോതി കൽമഷം, തസ്മൈ സുഭദ്രശ്രവസേ നമോ നമഃ. തസ്മൈ സുഭദ്രശ്രവസേ നമോ നമഃ. ഭദ്രം എന്ന് പറഞ്ഞാൽ മംഗളം. ചിലക്കര് വിചാരിച്ച ഈ ഭദ്രകാളി എന്ന് പറഞ്ഞാൽ മഹാരൗദ്രാണ്. ആ വാക്കിന് അങ്ങനെ ഒരർത്ഥമില്ല. ദാരികൻ്റെ തലയൊക്കെ പിടിച്ച് തലയുടെ ശിരസ്സുകൊണ്ട് മാലയൊക്കെ കെട്ടി ദമിഷ്ട്രയും വാളൊക്കെ പിടിച്ചിട്ടുള്ള ഒന്നാണ് ഭദ്രകാളി. അങ്ങനെയില്ല. മംഗളകീർത്തി കൊടുക്കുന്ന ഭദ്രങ്കാല്യതേ ഇത് ഭദ്രകാളി. ആ ഭദ്രകാളി ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ യാതൊരാപത്തും ഉണ്ടാവില്ല. അപ്പം മംഗളരൂപിയാണ് കാളി. കാളി എന്ന് പറഞ്ഞാൽ തന്നെ കറുത്തത് എന്നർത്ഥമേ ഉള്ളൂ. ഈ ദമിഷ്ട്ര ഭാവവും രാജസ താമസ ഭാവങ്ങളൊക്കെ നമ്മൾ കൽപ്പിക്കുന്നതാണ്. അതിനെ കൊല്ലാൻ വേണ്ടിയിട്ട് ആ സമയത്ത് ഒരു രൂപം എടുക്കാണ്ട് കൊല്ലാൻ പറ്റുമോ? അപ്പോൾ ഭദ്രം കൊടുക്കുന്നവൻ ആരോ അവൻ ഭദ്രസ്വരൂപൻ, കാളിയാരോ ഭദ്രകാളി. ഇവിടെ ഭദ്രശ്രവസേ, മംഗളകീർത്തിമാനായ അങ്ങേക്ക് നമസ്കാരം. ഞാൻ ഭദ്രശ്രവസിൻ്റെ വിശേഷണമാണ് എൻ്റെ മുമ്പത്തെ വരികളിൽ പറഞ്ഞത്. ഏതൊരു കീർത്തനം ഭഗവാനെ കീർത്തിച്ചിങ്ങനെ ഇരുന്നാൽ തന്നെ മതി എന്നാണ്. നാരായണീയോ സഹസ്രനാമോ കീർത്തനങ്ങളോ മലയാളം ചൊല്ലിയാലും മതി. എന്താ മലയാളത്തിൽ കിട്ടിയ കീർത്തനം നരനായി ഇങ്ങനെ. അപ്പോൾ അങ്ങനത്തെ കീർത്തനങ്ങൾ ചെല്ലുന്നവർക്ക് ചില ഭാഗ്യവാന്മാർ ഏത് നേരവും ഈശ്വരനെ കീർത്തിച്ചുകൊണ്ടാവും ഉപജീവനടക്കം നടത്തുന്നുണ്ടാവും. അവരുടെ യാചന അടക്കം
നാവുമ്പിൽ ഈശ്വരൻ്റെ കീർത്തനങ്ങൾ വരാം, കിട്ടിയതുകൊണ്ട് ജീവിച്ചു പോവുക. സുധാമാവൊക്കെ അങ്ങനെയായിരുന്നു എന്നാണ്. യത് കീർത്തനം യത് സ്മരണം, മനസ്സിൽ സ്മരിച്ചാൽ തന്നെ നമ്മുടെ മനസ്സിലൊരു തരംഗം ഉണ്ടാവും എന്നാണ്. സ്മരണം കൊണ്ട് തന്നെ. യത് ഈക്ഷണം, ഏതൊരു ഭഗവാന്റെ കടാക്ഷമേറ്റാലാണ് പിന്നെ പറയാനില്ല സർവ്വവിധ മംഗളങ്ങളും ഉണ്ടാവുന്നത്. അതുപോലെ യത് വന്ദനം, ഏതൊരു ഭഗവാനെ വന്ദിക്കുമ്പോൾ. യത് ശ്രവണം, കേൾക്കുക, അത് അപ്പോൾ നമ്മൾ പറയണു ഒരാൾ കേൾക്കണു, ചെവി കൊണ്ട് കേൾക്കുക. യത് അർഹണം, ഏതൊരു ഭഗവാനെ പൂജിക്കുക, അർഹണം. ഇതൊക്കെ ചെയ്താലാണോ ലോകസ്യ കൽമഷം, ലോകത്തിൻ്റെ പാപത്തെ വേഗം നശിപ്പിക്കാൻ കഴിവുണ്ടാകുന്നത്. ഭഗവാനിപ്പോൾ മൊത്തത്തിൽ കുറേ ആളുകൾ ഒരുമിച്ച് ചേർന്ന് കൂടി ഭജിക്കാനാണ് ഈ ക്ഷേത്രങ്ങളും സങ്കേതങ്ങളും ഒക്കെ വെച്ചിരിക്കുന്നത്. വീട്ടിലാവുമ്പോൾ പോരെ എന്ന് ചോദിച്ചാൽ ഒറ്റയ്ക്ക് ഭജിക്കുന്നതും കൂട്ടത്തിൽ ഭജിക്കുന്നതും വളരെയധികം വ്യത്യാസമുണ്ട്. ശരിക്കും പറയാച്ചാൽ അതൊരു സമൂഹ ആരാധനയാണ്. ഒരേ പോയിൻറ്റിനെ കേന്ദ്രീകരിച്ച അനവധി മനസ്സുകൾ കൃഷ്ണ അല്ലെങ്കിൽ നാരായണ ഗുരുവായൂരപ്പാന്ന് വിളിക്കുമ്പോൾ അതുകൊണ്ട് മാത്രം അവിടെ ഒരു ശക്തി ഉണ്ടാവും എന്നാണ്. പൂജയൊക്കെ അവിടെ നിൽക്കട്ടെ എന്നാണ്. പ്രസിദ്ധമായിട്ടുള്ള RSS നേതാവായിട്ടുള്ള മാധവ്ജി പറയും, എത്ര നന്നായിട്ട് നിങ്ങൾ പൂജ നടത്തിയാലും അവിടെ ഭക്തജനങ്ങൾ വന്നില്ലെങ്കിൽ ശക്തി ഉണ്ടാവില്ല. എത്ര കേമായിട്ട് പൂജിച്ചോട്ടെ, ചിട്ടയിട്ട് ഉണ്ടാവില്ല. ക്ഷേത്രശാസ്ത്രജ്ഞനായിരുന്നു അദ്ദേഹം. അദ്ദേഹം പറയണത് ഭക്തജനങ്ങളുടെ കണ്ഠങ്ങളിൽ നിന്ന് വിളിക്കുന്ന ഈശ്വരനാമമാണ് അവിടുത്തെ ശക്തി. ഗുരുവായൂരും ശബരിമലയും ശക്തിയില്ല എന്ന് പറയാൻ പറ്റില്ല. അത്രയും ആളുകൾ കൂടാത്തതിൽ ശക്തി കുറയും എന്ന് പറഞ്ഞാൽ അതും ഒരു തെറ്റൊന്നുമല്ല, കുറയും. അങ്ങനെ കാണണ്ട. പക്ഷെ അവിടെ ആളുകൾ കൂടുമ്പോൾ ഒരു ശക്തി ഉണ്ട്. ആളുകളാണല്ലോ ശക്തി കൊടുക്കുന്നത്. ഒരു തന്ത്രിക്ക് കൊടുക്കാൻ കഴിയുന്നതിനേക്കാൾ ശക്തി അനവധി ഭക്തജനങ്ങൾക്ക് കൊടുക്കാൻ കഴിയും എന്നാണ് പറയണത്. അപ്പോൾ ആരാധന കൊണ്ടും നോട്ടം കൊണ്ടും കേന്ദ്രീകരിക്കുന്നത് കൊണ്ടും എല്ലാവരും ഒരേ മനോഭാവത്തോട് കൂടിയിട്ട് ഈശ്വരനെ വിളിക്കുമ്പോൾ, ഒരു വണ്ടി ഒരാൾ തള്ളണതും എല്ലാവരും തള്ളണതും വ്യത്യാസം ഉണ്ടല്ലേ. ഒരാൾ കൈവച്ചൊക്കെ നീങ്ങാൻ ഞാൻ പറയുമോ ഒന്ന് കൈവച്ച് തരുമോ ഈ വണ്ടി ഒന്ന് നീക്കാൻ. അപ്പോൾ 4 ആൾ ഉന്തിയ വണ്ടി നീങ്ങി സ്റ്റാർട്ടായി. ഇതുപോലെയാണത്. അപ്പം യത് കീർത്തനാണ് യത് അർഹണം. ഭഗവാനെ നമ്മൾ വീട്ടിലെന്നും പൂജിക്കാറൊന്നുമില്ല. എല്ലാവരും പൂജ കാണുന്നു. ദീപാരാധന അടയ്ക്കുമ്പോൾ ഭഗവാന്റെ നാമം ചൊല്ലണു. യത് വന്ദനം യത് ശ്രവണം യത് അർഹണം, അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ലോകസ്യ സത്യോഭിധനോതി കൽമഷം. അവിടെയൊക്കെ വളരെ പ്രാധാന്യമുണ്ട്. ലോകത്തിന് നന്മ ഉണ്ടാവും. ഒരാൾ ഭഗവാനെ വിചാരിച്ചാൽ അയാൾക്കേ നന്മ ഉണ്ടാവുള്ളൂ. സാധാരണഗതിയിൽ മറ്റുള്ളവർക്ക് നന്നാവണമെന്ന് വിചാരിച്ച പ്രാർത്ഥനയ്ക്ക് ബലമില്ല എന്നല്ല, പക്ഷെ ഒന്നിച്ച് പൂജിക്കുമ്പോഴും ആണ് ഈ ലോക നന്മ ഉണ്ടാവും. അപ്പോൾ ക്ഷേത്രങ്ങളൊക്കെ ലോക നന്മയ്ക്ക് വേണ്ടി വെച്ചതാണ്, സംശയമൊന്നുമില്ല. ലോകസ്യ സത്യോ നോതി കൽമഷം, മനസ്സിൻ്റെ മാലിന്യങ്ങളൊക്കെ നീക്കി മനഃശുദ്ധി നൽകുന്നത്. അങ്ങനെയുള്ള ഭദ്രശവസ്സായിരിക്കുന്ന ഭഗവാന് നമസ്കാരം. സ്തുതി ആയതുകൊണ്ട് മെല്ലെ നീങ്ങുള്ളൂ. ഈ ശ്ലോകങ്ങളൊക്കെ പെട്ടെന്ന് പറഞ്ഞു പോകേണ്ടതല്ല. വിചക്ഷണ യച്ചരണോപസാദനാൻ സംഘം യുധസ്യോഭയതോന്തരാത്മന വിന്ദന്തി ബ്രഹ്മഗതിംഗതക്ലമാ സസ്മൈ സുഭദ്രശവസേ നമോ നമ. ഈ ശ്ലോകത്തിൽ സുഭദ്രശവസേ നമോ നമ എന്ന് തന്നെ അവസാനത്തെ വരി. ആദ്യത്തെ തന്നെ ഒരു വ്യത്യാസമില്ല. അതിൻ്റെ അർത്ഥം വിശേഷിച്ച് പറയണ്ടല്ലോ. ഭദ്രസ്വരൂപത്തോടു കൂടിയ ഭഗവാനായിക്കൊണ്ട് നമസ്കാരം. 3 വരിയിൽ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കണം? ഇവിടെ പറയുകയാണ്, വിവേകമുള്ളവർ ഏതൊരുവൻ്റെ ചരണത്തെ ശരണം പ്രാപിക്കുന്നത് കൊണ്ട് ഈ ലോകത്തിലുള്ള ചേർച്ചയെ തള്ളിക്കളയുന്നു. ഏതൊരു ഭഗവത് പാദപത്മത്തിൽ നമ്മൾ ആശ്രയിക്കുകയോ അവർ ഈ ലോകസുഖങ്ങളെ കാക്ഷിക്കുന്നില്ല. കാരണം അതിലും വലിയ സുഖം ഭഗവത് പാദ ആശ്രയത്തിലുണ്ട് എന്നവൻ കണ്ടെത്തുകയാണ്. പിന്നെ ഉണ്ടോ സ്വർഗാദി സുഖങ്ങളിൽ ശ്രദ്ധ? അതൊക്കെ കുറച്ച് കാലം അനുഭവിച്ച് അങ്ങോട്ട് വരണം. ഒരിക്കലും നമ്മുടെ ലക്ഷ്യം സ്വർഗമല്ല. ഒക്കെ വേറെ വിഭാഗങ്ങൾ പറയേണ്ടതാണ്. സ്വർഗം അവിടെ എത്തിയ എല്ലാമായി അല്ല. നമ്മുടെ ലക്ഷ്യം നിത്യമായിട്ടുള്ള മോക്ഷമാണ്. അതുകൊണ്ടാണ് ഈശ്വരൻ്റെ സ്ഥാനമായിട്ടുള്ള വൈകുണ്ഠം, ദേവിയുടെ സ്ഥാനമായിട്ടുള്ള മണിദ്വീപം, ശിവൻ്റെ സ്ഥാനമായിട്ടുള്ള കൈലാസം അവിടെ എത്തിച്ചേരണം എന്നാണ് നമ്മുടെ ലക്ഷ്യം. എന്നുവെച്ചാൽ ഈശ്വരനായി മാറലാണത്. വലിയ ലക്ഷ്യമാണ് നമുക്കുള്ളത്. ഈശ്വരനായിട്ട് മാറിയ പുനർജന്മമോ ദുഃഖങ്ങളോ ഇല്ല.
അതുകൊണ്ട് സ്വർഗത്തിലെത്തിച്ചിട്ട് കാര്യമൊന്നുമില്ല. അത് കഴിഞ്ഞാൽ ഇവിടേക്ക് തന്നെ വന്ന് ഈ ജന്മമരണങ്ങളൊക്കെ ആവർത്തിക്കണം. 100 കൊല്ലമൊക്കെ ഈ ലോകത്ത് ജീവിക്കുക എന്ന് പറഞ്ഞാൽ എന്തൊക്കെ അനുഭവിക്കണം എന്നുള്ള കാലത്ത് ആലോചിച്ച് നോക്കൂ. കൂടുതൽ വഷളാവുകയാണ് കാലം. അപ്പോൾ അതില്ലാത്ത അവസ്ഥയിലേക്ക് മോക്ഷം മാത്രമേ ഉള്ളൂ. ഈ ലോകസുഖവും പരലോക സുഖവും രണ്ടും നിസ്സാരമായിട്ട് ഏത് സാധകർ കണക്കാക്കുന്നുവോ, ഈ ലോകത്തെ തള്ളിക്കളയുന്നു, ഇഹപരലോകത്തെ ത്യജിക്കുന്നവർ. ഗതക്ലമ, അവർ എല്ലാ ശ്രമങ്ങളെയും ഉപേക്ഷിക്കണു. അതെന്താ? അത് ശ്രമരഹിതരായിട്ട്. ഈ ഭാഗവതത്തിൽ എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു വാക്കുണ്ട്. പ്രഹ്ലാദനും പറയുന്നു, തൽ പ്രയാസോ ന കർത്തവ്യോ, നിങ്ങൾ ഈ ശേഷന് വേണ്ടിയിട്ട് ശ്രമിച്ചോളൂ, ലോക കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ശ്രമിക്കണ്ട എന്ന് പറഞ്ഞാൽ ഉദ്യോഗം കിട്ടണമെന്ന് വെച്ചാൽ അപ്ലൈ ചെയ്യണ്ടേ, പരീക്ഷ പാസ്സാവണം വെച്ചാൽ പഠിക്കണ്ടേ, അധ്വാനിക്കാണ്ട് പണം ഉണ്ടാവുമോ എന്നൊരു ചോദ്യം അതിൻ്റെ കൂടെ വരും. അതൊക്കെ കർമ്മങ്ങൾ അതിൻ്റെ നിലയ്ക്ക് എതിർച്ചയാ നമുക്ക് എന്തു വന്നോ അത് ചെയ്യാമെന്നേ ഉള്ളൂ. കൂടുതൽ ലക്ഷ്യങ്ങൾ വെക്കരുത്. ഭാഗവതത്തിൻ്റെ അടിസ്ഥാനം തന്നെ ധർമ്മ അർത്ഥ കാമങ്ങളെ തള്ളി മോക്ഷത്തിലേക്ക് ഏകീകരിച്ച ലക്ഷ്യത്തിലേക്ക് വരലാണ്. ബാക്കിയൊന്നും ഒരു പക്ഷേ അങ്ങനെ പറയണില്ല. മഹാഭാരതമൊക്കെ പുരുഷാർത്ഥങ്ങൾക്ക് വേണ്ടിയിട്ടാണ് വാദിക്കണം. മനുഷ്യജന്മം പൂർണ്ണമാണെച്ചാൽ ധർമ്മവും അർത്ഥവും കാമവും മോക്ഷവും വേണം. ഭാഗവതം പറയണു ധർമ്മവും അർത്ഥവും കാമവും വേണ്ട എന്ന് പറയണില്ല. അത് പൂർണ്ണമാവില്ല എന്നാണ് പറയണത്. ഏതൊരാൾക്കാണ് പൂർണ്ണമായിരിക്കണം? ഇന്നലെയും പറഞ്ഞു, അത് സന്ദർഭവശാൽ ഇന്നലെ ഒരു ഘട്ടത്തിൽ പറഞ്ഞു, ഒരിക്കലും ധർമാർത്ഥ കാമങ്ങൾ ഒരാൾക്കും പൂർണ്ണമാക്കാൻ സാധിക്കില്ല. തല കുത്തി മറിഞ്ഞാലും സാധിക്കില്ല. അതിൽ അപൂർണത ഉണ്ടാവുന്നതാണ്. പിന്നെ ഇതിനെ ക്ഷമിക്കണം. ക്ഷമിച്ചാലും ബലമില്ലാത്തതിന് ആരെങ്കിലും ക്ഷമിക്കലുണ്ടോ? അപ്പം അതുകൊണ്ട് അതിനെ വിട്ടേക്കൂ, കുറേ കണ്ട് വിട്ടുകളയുക. അത് വേണ്ട എന്ന് പറയണില്ല. അതിനായിക്കൊണ്ട് ലക്ഷ്യം വെച്ച് സദാ അധ്വാനിച്ച് തല പുണ്ണാക്കി ജന്മം പാഴാക്കരുത്. പ്രഹ്ലാദൻ വേണോ തൽ പ്രയാസോ ന കർത്തവ്യോ, അത് നമ്മൾ വിചാരിച്ച പോലെ ഒന്നും വരില്ല. അതൊന്ന് മനസ്സിലാക്കുക. നമുക്ക് ഈ ദുഃഖം വരണം എന്ന് ആർക്കെങ്കിലും ഉണ്ടാവുമോ? ഒരു മനുഷ്യനും ദുഃഖം വരണം എന്നുണ്ടാവില്ല. പക്ഷെ അത് വരണില്ലേ? കൃത്യസമയത്ത് അത് വിചാരിക്കാതെ വരുന്നു ഇല്ലേ? തലവേദന വരണം എന്ന് ആരെങ്കിലും വിചാരിക്കുമോ ലോകത്തിൽ? ചില ദിവസം ഒരു കാരണം ഉണ്ടാവില്ല, നേരം വിളിച്ചാൽ അയ്യോ തലവേദന. അപ്പോൾ ഈ ദുഃഖം എന്തുകൊണ്ടാണ് വരുന്നതെന്ന് പോലും നമുക്കറിയില്ല. അത് വരുന്നുണ്ട്, അത് ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. അങ്ങനെയാണെങ്കിൽ ഈ സുഖവും അങ്ങനെ വരണ്ടേ? നമുക്ക് വിധിച്ചതായിട്ടുള്ള സുഖം വരണ്ടേ? വരും, വിധിച്ചതേ വരൂ. അപ്പോൾ അതിനു വേണ്ടി സദാ ശ്രമിക്കരുത്. വിന്ദന്തികി ബ്രഹ്മഗതിം ഗതക്ലമ, അത്തരം പരിശ്രമങ്ങളെ വിട്ട് ഈശ്വരോപാസനയിൽ മുഴുകിയ അവർക്ക് ഫലം കൊടുക്കുന്ന ഭഗവാന് നമസ്കാരം എന്ന് പറഞ്ഞിട്ടാണ് ആ ശ്ലോകം പറയണത്. തുടർന്ന് അടുത്ത ഭാഗത്തിൽ നോക്കാം. കായേന വാചാ മനസേന്ദ്രിയർവാപ്ത്യാത്മനാ വാ പ്രകൃതി സ്വഭാവാൻ കരോതി യത്യ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി.